സാധാരണ എല്ലാവരും മരിക്കുമ്പോൾ നടത്തുന്ന ചടങ്ങുകളൊന്നും തന്നെ നടൻ സലീംകുമാർ അന്തരിച്ചപ്പോൾ നടത്തിയില്ലെന്നൊരു പരാതി എല്ലാവർക്കും പൊതുവെയുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെയാണ് മക്കൾ രണ്ടുപേരും അദ്ദേഹത്തിന് ചടങ്ങുകൾ നടത്തിയിട്ടുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ്. മോനെ ചന്തു, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും മൂത്തവൻ ചന്തു ചെയ്തിട്ടില്ല. അച്ഛൻ അറിയാമായിരുന്നു എന്തൊക്കെ വേണമെന്നും വേണ്ട എന്നും. മഞ്ഞപ്പട്ട് പുതപ്പിക്കരുത്, പൂജകൾ ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ ചെയ്യരുത്, ബുദ്ധിമുട്ടിക്കരുത്, ആളുകളെ ഒന്നും തന്നെ അധികം നിർത്തിക്കരുത്, അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ അച്ഛനുണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തിലൊന്നും വിശ്വസിക്കാത്ത ആളാണ് താനെന്ന് സലീംകുമാർ പലപ്പോഴായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്തുവിന് ഒരിക്കലും ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല. ഈശ്വര എന്നൊക്കെ വിളിച്ചു പോകാറുണ്ട്. വിശ്വാസത്തോടെ അല്ലെന്ന് മാത്രം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അത് കുട്ടിക്കാലത്ത് കിട്ടിയ ഇഷ്ടങ്ങളിലൊന്നാണ്. 18 വർഷം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകാറുണ്ട്. അന്ധവിശ്വാസത്തിന് ഞാൻ അടിമയല്ല. എല്ലായിടത്ത് പോയാലും പൈസയ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈശ്വര വിശ്വാസമില്ല എന്നൊരിക്കൽ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പൂജയും പ്രാർത്ഥനകളും കർമ്മങ്ങളും എല്ലാം മാറ്റുമായിരുന്നു. എന്തൊക്കെയാണ് എൻ്റെ മരണത്തിന് ശേഷം ചെയ്യേണ്ടതെന്ന് ചന്തുവിനും ആരോമലിനും പ്രത്യേകമായി സലീംകുമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ കരച്ചിൽ കാണാതെ അധികം നേരം നിർത്തരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എൻ്റെ ജീവിതത്തിനും അർത്ഥമുണ്ടായില്ല. അർത്ഥമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് അർത്ഥമുണ്ടാകില്ലല്ലോ എന്ന് സലീംകുമാർ എപ്പോഴും ലോകത്തോട് വിളിച്ചു പറയുമായിരുന്നു. ഈ ലോകത്തിന് ഞാൻ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. 5, 10, 100 പേർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറേ സിനിമയിൽ അഭിനയിച്ചു, കാശുണ്ടാക്കി, അല്ലാതെ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനിയൊന്നും ചെയ്യാൻ മാത്രമുള്ള സമയം എനിക്കിവിടെയില്ല. പ്രളയകാലത്ത് 45 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു. താഴത്തെ നിലയിലേക്ക് വെള്ളം കയറിയപ്പോഴാണ് അവരെ മാറ്റിയത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ മാറിയതെന്നും അദ്ദേഹം പറയുന്നു. ജീവിതത്തിലെ നിലപാടുകളും കൃത്യമായി തുറന്നു പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു സലീംകുമാർ. മതപരമായ ചടങ്ങുകളൊന്നുമില്ലാതായിരിക്കണം തൻ്റെ അന്ത്യയാത്ര എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്ഥി നിമഗ്നം പോലെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ അച്ഛനെ മഞ്ഞപ്പട്ട് പുതപ്പിച്ചു കണ്ടപ്പോൾ അത് മാറ്റൂ എന്നായിരുന്നു ചന്തു പറഞ്ഞത്. സാധാരണ തുണി മതി അച്ഛനെന്നായിരുന്നു മകൻ പറഞ്ഞത്. ചിതയ്ക്ക് തീ പകരുമ്പോൾ ആചാരമായിരുന്നില്ല ഒന്നും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു മക്കളെല്ലാം ചെയ്തത്. തികച്ചും വികാരനിർഭരമായിരുന്ന നിമിഷങ്ങളായിരുന്നു. അച്ഛൻ കരയരുത് എന്ന് പറഞ്ഞു. അവസാന നിമിഷം വരെ ചന്തു അത് പാലിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചന്തുവിനെ കൊണ്ടത് സാധിച്ചില്ല. ചന്തു പലപ്പോഴായി വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടു. അവന് സഹിക്കാൻ പറ്റാത്തിടത്തോളം തന്നെ വേദന അവൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതാണ് അതിൽ ഏറ്റവും വേദനയുള്ള ഒരു കാര്യം. ചന്തുവിനെ സംബന്ധിച്ച ഒരു സിറ്റുവേഷൻ വളരെയധികം തന്നെ വികാരഭരിതമായിട്ടുള്ളതാണ്. തൻ്റെ അച്ഛനെ ഇല്ല എന്ന് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ആരോമലും ചന്തുവും. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ നിമിഷവും വിചാരിക്കുന്നത് അച്ഛൻ പഴയതുപോലെ തിരിച്ചു വരുമെന്നാണ്. എന്നാൽ ആശുപത്രിയിലെത്തിയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അച്ഛനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നുവെന്നറിഞ്ഞപ്പോൾ തകർന്നുപോയ ചന്തുവാണ്. വിങ്ങിപ്പൊട്ടുന്ന ചന്തുവിനെ നമ്മൾ ഇന്നലെ കണ്ടതും വളരെയധികം കണ്ണീരോടെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.